അല്ല സാറേ, പ്രോപ്പർട്ടി എനിക്ക് ഇഷ്ടമായി. പ്രോപ്പർട്ടി മാത്രമല്ല, ഈ നാടും നിങ്ങളുടെയൊക്കെ പെരുമാറ്റമല്ല. ഇനിയിപ്പോ വിലയുടെ കാര്യത്തിലൊരു തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകായിരുന്നു. വിലയുടെ കാര്യം എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അത് നവീൻ കൃഷ്ണയോട് സംസാരിച്ചാൽ മതി. കൃഷ്ണ സാറിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണല്ലോ. നമ്മൾ തമ്മിൽ പറയേണ്ട കാര്യമില്ലാത്ത ഒരു ചരിത്രം എനിക്കുണ്ട്. അത് ഒരു വലിയ അലച്ചിലിന്റെ കഥയാ. ആ അലച്ചിലിനിടയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാ, രക്തബന്ധത്തിനേക്കാളൊക്കെ അപ്പുറത്ത് ചില ആളുകൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറ്റിച്ചേരും. അതങ്ങനെ ചോദിച്ചും പറഞ്ഞും വന്നു കയറി കുത്തിരിക്കുന്നൊന്നുമല്ല. കാലത്തിന്റെ ഒരു കുത്തൊഴുക്കിൽ സംഭവിച്ചു പോന്നതാ. കൃഷ്ണ അങ്ങനെ ഒരാളാ. അവള് എന്തെങ്കിലും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോന്ന് ചോദിച്ചാ എണ്ണി പറയാനൊന്നുമില്ല. പക്ഷേ എന്റെ മനസ്സിലൊരു മകൾ സങ്കല്പമുണ്ട്. എന്റെ മകളെ എങ്ങനെ ആയിരിക്കും, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. കൃഷ്ണ എനിക്ക് അങ്ങനെ എന്റെ മോള് തന്നെ. സമ്മതിച്ചു സാർ. ഈ നാട്ടുമുറത്തേക്ക് പുറപ്പെടുമ്പോ ഞാൻ മാണിക്കുഞ്ഞിനോട് പറഞ്ഞത് ബന്ധങ്ങൾ ദൃഢമായൊരു സ്ഥലമായിരിക്കും. അതിന് ഏറ്റവും ഉദാഹരണമായ ഒരു കാര്യമല്ലേ സാർ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ കാര്യങ്ങള് നമുക്ക് കൃഷ്ണ എടുത്ത്. സാറേ, എന്താടോ? അതന്നെ സാറേ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് സാറ് സീരിയസ് ആയിട്ട് എടുക്കാഞ്ഞേ. അതിന് സീരിയസ് ആയിട്ട് താൻ എന്താ പറഞ്ഞേ? സാറേ, ആ കൃഷ്ണയില്ലേ, കൃഷ്ണ സംസാരിക്കുമ്പോ ഗാഥാമാടത്തിന്റെ ശബ്ദം പോലെ തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ? ശരിക്കും തോന്നി സാറേ. അപ്പൊ തന്നെ വേറെ ശബ്ദത്തിൽ സംസാരിക്കുകയും ചെയ്തു. സാറ് തലയാടിക്കോ. അല്ലേലും എനിക്ക് ചെറിയ വട്ടുണ്ടോന്ന് സാറ് സംശയം ഉണ്ടല്ലോ. ആ, അതുള്ളതാ. വട്ടോ പ്രാതോ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ സാർ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ കൂടുതൽ മാന്യത കാണിച്ചാ കുഴപ്പമാട്ടോ. മാന്യത കാണിച്ചത് കുഴപ്പമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ സാറ് കൃഷ്ണയുടെ ശബ്ദം കേൾക്കില്ലായിരുന്നു. കൃഷ്ണയൊന്നും നോക്കില്ലായിരുന്നു. എന്റെ പോലും സാറേ, ആ നടത്തം, ആ ഇരുത്തം എല്ലാം വേറെ എവിടെയോ കണ്ട മാതിരി എനിക്ക് തോന്നിയതാ. ഇടോ മാണിക്കുഞ്ഞ്, പൊതുവെ നമ്മള് ആണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങൾ പറയുന്ന ഒരു പരാതിയുണ്ട്. ആരെയെങ്കിലും കണ്ടാല് വാ പൊളിച്ച് നോക്കി നിന്നിട്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമെന്ന്. ആ നമ്പർ എന്റെ അടുത്തേക്ക് ഇറക്കല്ലേ. എന്റെ കർത്താവേ, ഞാനിത് എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആ, അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞ് കൃഷ്ണ കാണിച്ചതോ? എന്ത്? അവരുടെ നാട്ടിൽ ചെല്ലുന്നവർക്കൊക്കെ ഇങ്ങനെ വണ്ടി നിറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയക്കുവോ? ആ, അപ്പൊ സാറിനോട് കൃഷ്ണയ്ക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിയില്ലേ? എടോ, അപവാദം പടച്ചുണ്ടാക്കല്ലേ. എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ലേ. ആ മാസ്ക് വെച്ചുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൈയോടെ പിടിച്ചാനെ. ആ മാണിക്കുഞ്ഞ്, ഓർമ്മയുണ്ടല്ലോ അതെനിക്ക്. ഇന്നാളൊരു ദിവസം ബസ് സ്റ്റോപ്പില് ഗാഥ നടക്കുന്നു പറഞ്ഞ് എന്നെയും കുട്ടി തെരഞ്ഞു നടന്നത്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഗാഥ വിളിച്ചപ്പോഴാ തനിക്ക് സമാധാനമായത്. തന്റെ ശരിക്കുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ആ മോളിക്കുട്ടിയായിട്ട് താൻ വെറുതെ കയറി ഉടക്കിയില്ലേ? ആ സമയം മുതലുള്ള കീർപ്പ. അത് ശരിയാ സാറേ, അത് ഞാൻ നിഷേധിക്കുന്നില്ല. അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ കുറച്ച് കൈവിട്ടു പോയെന്നൊരു സംശയം. എന്തായാലും നമുക്ക് ആ പ്രോപ്പർട്ടി വേണ്ടെന്നേ, അല്ലേ സാറേ? വേണ്ടെന്നോ? അത് നല്ല പ്രോപ്പർട്ടി അല്ലേ? അത്രയ്ക്ക് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. താൻ എന്തോടെ കഴുതി നോക്കുന്നത്? എന്റെ ഐഡിയക്ക് പറ്റിയ പ്ലോട്ടാ അത്. അല്ലെങ്കിൽ താൻ അതിന്റെ കുഴപ്പം എന്താണെന്ന് പറ. അങ്ങനെ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാ കുഴപ്പമൊന്നുമില്ല. എന്നാലും താൻ മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? അതല്ല സാറേ, ആ പ്രോപ്പർട്ടി ഡീൽ ചെയ്യാൻ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകണ്ടേ? ചെന്ന് കഴിയുമ്പോ ആ മോളിക്കുട്ടി ഒരു ദുർഭൂതം പോലെ മുന്നിൽ വന്ന് നിൽക്കുമല്ലേ? അത് ഓർത്തിട്ടാ സാറേ. നന്നായി. ഏതോ ഒരു നാട്ടിലുള്ള പെണ്ണിനോട് അനാവശ്യമായി താൻ വഴക്കൂടിയതിന് ഞാനൊരു വലിയ പ്രൊജക്ട് ഉപേക്ഷിക്കണമല്ലേ? കൊള്ളാം, തന്റെ ഐഡിയ കൊള്ളാം. ഏയ് ഇല്ല, ഞങ്ങള് ഒരു അനിയൻ സാറിന്റെ കാര്യം പറയാറില്ലേ? അനിയൻ സാറിനൊരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടായിരുന്നു. അത് വലിയ പ്രോപ്പർട്ടിയാ. അത് വാങ്ങാൻ വന്നത് നവീന. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രോപ്പർട്ടി വാങ്ങാൻ വന്ന ഭർത്താവ്, മുഖം മൂടിയിട്ട് അത് കാണിച്ചു കൊടുക്കാൻ കൂടെ നടക്കുന്ന ഭാര്യ. മോളിക്കുട്ടി എല്ലാം അറിഞ്ഞുകൊണ്ട് ഇനിയിപ്പോ ഒന്നും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കൃഷ്ണയ്ക്ക് നവീന ജീവനാ. അതെനിക്കറിയാം. പിന്നെ പറഞ്ഞാൽ അവള് സമ്മതിച്ചു തരുമൊന്നുമില്ല. പക്ഷെ അവൾക്ക് പ്രാണന. ഞാനും ഗോപാലേട്ടനൊക്കെ വലിയ പ്രതീക്ഷയിൽ നോക്കിയിരുന്നു. നവീൻ കൃഷ്ണയെ തന്നെ കൂടെ വിളിക്കും, ഒന്നിച്ച് ജീവിക്കുമെന്നൊക്കെ. പക്ഷെ വിധി ഇങ്ങനെ ആയിപ്പോയി. ആര് പറഞ്ഞു വിധിയില്ലാന്ന്?
ഇനി അങ്ങനെ സംഭവിച്ചു കൂടാന്നുണ്ടോ? നവീനും ഗാഥയും തമ്മിലുള്ള ജീവിതം അത്ര സുഖകരമൊന്നുമല്ല. നിത്യേന പ്രശ്നങ്ങളാ. ഞാൻ അറിഞ്ഞത് അവരിതുവരെ ഒന്നിച്ചൊരു ഭാര്യ ഭർത്താക്കന്മാരെ കഴിഞ്ഞിട്ടില്ലെന്നാ. അതെങ്ങനെ ഉണ്ടാവും സുനന്ദേച്ചി? നവീന്റെ ഭാര്യ കൃഷ്ണയാ. അങ്ങനൊരു വിവാഹം ആലോചിച്ചത് സിതാര മാഡം ആണെങ്കി അത് ദൈവത്തിന്റെ തീരുമാനം തന്നെയാ. അല്ല, ഇതൊക്കെ എവിടുന്നാ വാങ്ങിച്ചതാണോ? ഏയ് വാങ്ങിച്ചൊന്നുമല്ല, ഇതൊക്കെ സാറിന് സമ്മാനം കിട്ടിയതാ. സമ്മാനോ? ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന അനിയൻ സാറിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കൃഷ്ണ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ, ഒരു സ്മാർട്ട് പെൺകുട്ടിയെ. ഇതൊക്കെ ആളുടെ സംഭാവനയാ. എന്തായാലും ഞങ്ങളുടെ നാട് കാണാൻ വന്നതല്ലേ, തിരിച്ചു പോകുമ്പോ ഇതൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞു തന്നതാ. പണം കൊടുത്തിട്ട് വാങ്ങിച്ചതുമില്ല. അമ്മേ, ഇതൊക്കെ ഇപ്പൊ തന്നെ വിളഞ്ഞതാ. പക്ഷെ ഇതിലും വിളവ് കൂടിയ ഒരു ഐറ്റം അവിടെ ഉണ്ട്, ഒരു മോളുകുട്ടി. അതാരാ? അത് ഞാൻ പറഞ്ഞില്ലേ അമ്മ, അതാ കൃഷ്ണയുടെ കൂടെയുള്ള ഒരു കുട്ടിയാ, ഓട്ടോ ഓടിക്കുന്ന കുട്ടി. പോകുന്ന വഴിക്ക് തന്നെ ഇയാളെ കൊച്ചുമായിട്ട് ഉടക്കി. അപ്പൊ തുടങ്ങിയതാ. മോളിക്കുട്ടി എന്ന പേര് കേട്ട് കഴിഞ്ഞാ ചെകുത്തൻ തിരിച്ചു കുത്തുന്ന പോലെ. അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മാണിക്കുഞ്ഞിനോട് അവളുടെ കളി. മാണിക്കുഞ്ഞേ, നാട്ടുമ്പുറ പെൺകുട്ടികളോടൊക്കെ നാവിട്ട് അലയ്ക്കാൻ നിന്നാലേ നല്ല ഇടി കിട്ടും അവിടുന്ന്, പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. എന്തായാലും ഇതൊക്കെ അങ്ങോട്ട് എടുത്തേ. എടുത്തോ. അല്ല, ഞാൻ തന്നെ എടുക്കണോ അല്ലേ? എടുത്തേക്കാം. അമ്മേ, അല്ല, ഇതെന്താ കാഴ്ചക്കൊലിയൊക്കെ ആയിട്ട്?